ജിമ്മിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടാത്തത് നിങ്ങൾ ഈ പറയുന്ന 5 മിസ്റ്റേക്കുകൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഇതിൽ അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ഫിസിക് അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോ പ്രോപ്പർ വർക്കൗട്ട് പ്ലാൻ. നോർമലായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജിമ്മിലേക്ക് വരുന്നു, ചെസ്റ്റ് ഡേ ആണെന്നും പറഞ്ഞായിരിക്കും വരിക. ചെസ്റ്റിന് 2 വർക്കൗട്ട് ചെയ്യും. ആദ്യം ഒരു ഡംബൽ പ്രസ്സും പിന്നെ ഒരു ബാർബൽ പ്രസ്സും ചെയ്യും. അതിനുശേഷം ബൈസെപ്സ് അടിച്ച് വലുതാക്കിയാലോ എന്ന് പറഞ്ഞ് പോയിട്ട് ബൈസെപ്സിന് 2-3 വർക്കൗട്ട് ചെയ്യും. പിന്നെ വേറെ ഏതെങ്കിലും ഒരു മെഷീൻ ഫ്രീ ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അതിൽ പോയിട്ട് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ആകപ്പാടെ ബൈസെപ്സിന് മാത്രം എല്ലാ ദിവസവും മറക്കാണ്ട് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് അവർ വിചാരിക്കുന്നത് ബൈസെപ്സ് ഭയങ്കര വലുതാവുമെന്ന്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു വർക്കൗട്ട് പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള ഗെയിൻസ് ഉണ്ടാവില്ല. അതൊരു 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ പ്രോപ്പറായിട്ടുള്ളൊരു വർക്കൗട്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഇനി എല്ലാവർക്കും എല്ലാ പ്ലാൻസും സ്യൂട്ട് ആവില്ല. നിങ്ങൾക്ക് എത്ര ദിവസമാണ് ജിമ്മിൽ പോകാൻ പറ്റാമെന്ന് നോക്കുക. ചില ആൾക്കാർക്ക് 5 ദിവസമായിരിക്കും, ചില ആൾക്കാർക്ക് 4 ദിവസം, ചില ആൾക്കാർക്ക് 3 ദിവസം, ചില ആൾക്കാർക്ക് 6 ദിവസം. അപ്പോൾ നിങ്ങൾ എത്ര ദിവസമാണോ അതിനനുസരിച്ചിട്ട് ഓരോ ദിവസവും മസിൽ ഗ്രൂപ്പുകളെ പ്രോപ്പറായിട്ട് ഹിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു വർക്കൗട്ട് പ്ലാൻ ഉണ്ടാക്കുക. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കൗട്ട് പ്ലാൻ ഒന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കൗട്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അത് വെച്ചിട്ട് കുറച്ച് ദിവസം ജിമ്മിൽ പോവുക. നിങ്ങൾക്കൊരു റിസൾട്ടൊക്കെ കണ്ടു തുടങ്ങാനാവും. പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാത്തത്. അതായത് ആൾക്കാർ ചെയ്യുന്നത് ഒരു മാസം ഒരു വെയിറ്റിൽ വർക്കൗട്ട് ചെയ്യും, രണ്ടാമത്തെ മാസം വെയിറ്റ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യും. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻക്രീസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് റെപ്സ് ഇൻക്രീസ് ആക്കുന്നു, കുറച്ച് അതാക്കുന്നു. അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്ത് പോയാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ടിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുള്ളൂ. ഇതിന് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക നിങ്ങളുടെ ജിം ബാഗിൽ. ഈ ദിവസം നിങ്ങൾ ചെസ്റ്റിന് എത്ര വർക്കൗട്ട്, എത്ര ഇൻറ്റൻസിറ്റിയിൽ, എത്ര റെപ്സ്, എത്ര വെയിറ്റിലാണ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് നിങ്ങളത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ എത്ര വെയിറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എത്ര റെപ്സ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇങ്ങനൊരു 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് നോട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇത് നിങ്ങളുടെ ജിം വർക്കൗട്ട് ജേണിയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്തത്. വാരി വലിച്ച് എല്ലാം കഴിക്കുന്നത്. ജിമ്മിൽ പോകുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നുമ്പോൾ അവരുടെ അടുത്ത് എന്തിനാടാ ഇതൊക്കെ തിന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ജിമ്മിൽ പോകുന്നതല്ലേ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതല്ലേ, എനിക്കിതൊക്കെ തിന്നാം. ദാറ്റ് ഈസ് റോങ് ഇൻഫർമേഷൻ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ ബോഡിയുടെ അകത്തേക്കാണ് ഈ സാധനങ്ങളൊക്കെ തിന്നുന്നത്. ഈ വറുത്തതും പൊരിച്ചതൊക്കെ തിന്നുമ്പോൾ ബോഡിയുടെ അകത്തേക്ക് ട്രാൻസ് ഫാറ്റ് അടക്കം എത്തുന്നുണ്ട്. ഇതൊക്കെ വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ കഴിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ ബോഡിക്ക് പൊടിച്ച് കളയാനൊന്നും പറ്റില്ല. ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഹാംഫുൾ തന്നെയാണ്, ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. സോ പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് പ്രോപ്പർ പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ജിമ്മിൽ പോയി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ മസിൽ ബിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ മസിൽസിന് പ്രോട്ടീൻ വേണം, മസിൽ ടിഷ്യൂസ് റീബിൽഡ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് മസിൽ ബിൽഡിങ് നടക്കുകയുള്ളൂ. സോ പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ കാർബും ഫാറ്റും ഫൈബറൊക്കെ വേണം, പക്ഷേ പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീൻ ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, ഈ ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്. അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോ പ്രോഗ്രസീവ് ഓവർലോഡ്. അതായത് ജിമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു വെയിറ്റിൽ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു വെയിറ്റ് തന്നെയാണ് 2 മാസം 3 മാസം കഴിയുമ്പോഴും നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ പ്രോഗ്രസ്. അങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് എന്താ ഗുണമുള്ളത്? നമ്മൾ ഓരോ മാസം കഴിയുന്നതോറും അല്ലെങ്കിൽ ഒരു 2 വീക്സ് കഴിയുമ്പോഴൊക്കെ നമ്മുടെ പ്രോഗ്രസ് അളക്കണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു നോട്ടിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് പണ്ട് ഞാൻ എത്ര വെയിറ്റ് ആണോ പൊക്കിക്കൊണ്ടിരുന്നത് അതിനേക്കാളും ഒരു 1/2 കിലോയോ 1 കിലോയോ വെയിറ്റ് കൂടുതൽ പൊക്കുക. പണ്ട് ഞാൻ 10 റെപ്പാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഒരു 12 റെപ്പിലേക്കും 13 റെപ്പിലേക്കും എത്തിക്കുക. ഇങ്ങനെയുള്ള പ്രോഗ്രസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ ജിം ജേണിയിൽ കൊടുക്കണം. അല്ലാതെ ജീവിതകാലം മൊത്തം സെയിം വെയിറ്റ് തന്നെ പൊക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ആവുന്നില്ല. ഈ പ്രോഗ്രസീവ് ഓവർലോഡ് ഉണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് മസിൽ ബിൽഡിങ് നടക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്ക ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കുമാണ്. ഫിഫ്ത്ത് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പും റിക്കവറിയും കൊടുക്കാത്തത്. ആൾക്കാർ ജിമ്മിൽ പോയിട്ട് ഒടുക്കത്തെ വർക്കൗട്ടുകൾ ചെയ്യും, നല്ല ഫുഡും കഴിക്കും, പക്ഷെ സ്ലീപ്പിലേക്ക് വരുമ്പോൾ ചില ആൾക്കാരൊക്കെ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. കാരണം എന്ന് പറയുന്നത് രാത്രി 3 മണി 4 മണി വരെയൊക്കെ റീൽസിൽ കളിച്ചുകൊണ്ടിരിക്കും. 4 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്നു, 8 മണിയാകുമ്പോൾ ഇരിക്കുന്നു. 4 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. ഇങ്ങനെ ഉറങ്ങുന്നത് വഴിയായിട്ട് ബോഡിക്ക് റിക്കവറി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഇഷ്യൂസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ ഉറങ്ങുക എന്ന് പറയുന്നത്
നമുക്ക് ജിമ്മിൽ പോകുന്നതുകൊണ്ട് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ഓവറോൾ ഹെൽത്തിനും ഫിറ്റ്നസ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ സ്ലീപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മസിൽസിന് റിക്കവറി കിട്ടുന്നു, മസിൽസ് റിലാക്സ്ഡ് ആവുന്നു, റിപ്പയറിങ് നടക്കുന്നു, മസിൽ ഗ്രോത്ത് നടക്കുന്നു. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴല്ല മസിൽ ഗ്രോത്ത് നടക്കുന്നത്. മസിൽ ഗ്രോത്ത് നടക്കുന്നത് മസിൽസിന് പ്രോപ്പർ റിക്കവറി കിട്ടുമ്പോഴാണ്. സോ സ്ലീപ്പ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 6 to 8 അവേഴ്സ് പ്രോപ്പറായിട്ട് ഉറങ്ങുക. 8 മണിക്കൂറൊക്കെ ഡെയിലി കണ്ടിന്യൂസ് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി സ്ലീപ്പ് ആൻഡ് റിക്കവറിയിൽ റിക്കവറി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നൊരു മസിൽ ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്തു. ആ ഒരു മസിൽ ഗ്രൂപ്പിന് ഒരു 48 മണിക്കൂർ എങ്കിലും മിനിമം റെസ്റ്റ് കൊടുക്കുക. ഇന്ന് ചെസ്റ്റിനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 3 ഡേയ്സിലേക്ക് ചെസ്റ്റിന് ഒരു വർക്കൗട്ടും ചെയ്യരുത്. കാരണം അത് റിക്കവർ ആവാനായിട്ടുള്ള ടൈം വേണം. നമ്മൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, നമ്മുടെ മസിൽ ടിഷ്യൂസ് ഡാമേജ്ഡ് ആവും. ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള മസിൽ ടിഷ്യൂസ് റിപ്പയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 48 മണിക്കൂറെങ്കിലും സമയം കൊടുക്കണം. ഈ സമയം കൊടുക്കുമ്പോൾ അത് റിക്കവർ ആവും, റീബിൽഡ് ആവും. അങ്ങനെയാണ് മസിൽ ബിൽഡിങ് നടക്കുക. സോ റിക്കവറി പ്രോപ്പറായിട്ട് കൊടുക്കുക. ഒരു ബോണസ് പോയിന്റും കൂടി പറഞ്ഞു തരാം. പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഡെയിലി പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ചെയ്യുക. നിങ്ങൾ ഈ ക്രിയാറ്റിനും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ബോഡിക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് ബോഡിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിം ജേണി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ അകത്തോ അല്ലാത്ത ഫിറ്റ്നസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. സോ ഹാപ്പി ലിഫ്റ്റിംഗ്.